5 പെൺകുട്ടികളോട് പ്രണയമുണ്ടെന്ന് ഭാവിക്കുന്ന റോളാണ് ഗവേഷണത്തിൽ താൻ ചെയ്യേണ്ടതെന്ന് കേട്ടപ്പോൾ അവനത് രസകരമായി തോന്നി. അത്ഭുതം തോന്നിയത് പ്രതിഫലം കേട്ടാണ്. 10 ലക്ഷം രൂപ, 1 ലക്ഷം മുൻകൂർ. ആവേശത്തോടെ അവൻ ആ റോൾ ഏറ്റെടുത്തു. പക്ഷേ ഞെട്ടിക്കുന്ന വൻ പ്രശ്നങ്ങൾ അവന് നേരിടേണ്ടി വന്നു. എസ് അജയ് കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ലവ് ലാബ്. ഒരു വിദേശ സർവകലാശാലയുടെ മനഃശാസ്ത്ര വിഭാഗം ലവ് ലാബിലെ യുവ ഗവേഷകനാണ് സാം. ഒരു പുതിയ റിസർച്ച് ടീം തേടുമ്പോൾ ഒരു വിചിത്ര വാർത്ത സാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാര്യയ്ക്ക് എയ്ഡ്സ് കുത്തിവെച്ച ഭർത്താവ് അറസ്റ്റ് എന്നായിരുന്നു വാർത്ത. എയ്ഡ്സ് പിടിപെടുമെന്ന് ഭയന്ന് ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രമിച്ച ഭാര്യയെ ഭർത്താവ് സ്വന്തം രക്തം കുത്തിവെച്ച് എയ്ഡ്സ് പരത്തി. ന്യൂസിലാൻഡിൽ നടന്ന സംഭവത്തിൽ ഭർത്താവ് കുറ്റം സമ്മതിച്ചു. ആ വാർത്ത തൻ്റെ റിസർച്ച് തീമാക്കാൻ പറ്റിയ ഒന്നാണെന്ന് സാമിന് തോന്നി. ദിവസങ്ങൾ മുമ്പാണ് സാമിൻ്റെ അടുത്ത സുഹൃത്തായ എക്സ് HIV പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. സാമിൻ്റെ ഒരു ബന്ധുവിന് രക്തം ദാനം ചെയ്യാൻ എത്തിയപ്പോഴാണ് അത്. സാമിൻ്റെ സുഹൃത്തായ ഡ്യൂട്ടി ഡോക്ടർ അക്കാര്യം എക്സിനോട് പറയാതെ സാമിനെ അറിയിച്ചു. അതേസമയം രക്തത്തിൽ RBC കുറവാണെന്നും അത് കൂട്ടാൻ ആവശ്യമായ മരുന്നുകൾ കുറേ നാൾ കഴിക്കേണ്ടി വരുമെന്നും എക്സിനെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ കുറേ മരുന്നുകൾ കുറിച്ചു കൊടുത്തു. തൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴിതേടി നടക്കുന്ന എക്സിനെ റിസർച്ചിൻ്റെ ഭാഗമാകാൻ സാം ക്ഷണിച്ചു. ഒരു ഗിനിപ്പന്നിയാവാൻ താൻ റെഡിയാണെന്ന് എക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരേ സമയം 5 പെൺകുട്ടികളോട് പ്രണയമുണ്ടെന്ന് ഭാവിക്കുന്നതാണ് ഗവേഷണത്തിൽ തൻ്റെ റോളെന്ന് കേട്ടപ്പോൾ എക്സിന് രസകരമായി തോന്നി. പ്രതിഫലം കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. കാമുകിമാർ പരസ്പരം അറിയാതെ ദൗത്യം പൂർത്തിയാക്കിയാൽ 10 ലക്ഷം രൂപ, 1 ലക്ഷം മുൻകൂർ. പക്ഷേ നിബന്ധനകളുണ്ടായിരുന്നു. 5 പെൺകുട്ടികളും എക്സിനെ പ്രണയിക്കണം. അതായത് അവരുടെ പ്രണയം എക്സ് പിടിച്ചെടുക്കണം. ആദ്യം അങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്താൻ പാടില്ല. എക്സിന് ആരോടും യഥാർത്ഥ പ്രണയം തോന്നാൻ പാടില്ല. അഭിനയം മതി. ഓരോ പെൺകുട്ടിയുടെയും പ്രണയാഭ്യർത്ഥന രഹസ്യമായി വയ്ക്കണം. മറ്റുള്ളവർ അറിയാൻ പാടില്ല. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ എക്സ് ആദ്യഘട്ടം പൂർത്തിയാക്കി. വളരെ നാടകീയമായി ഞെട്ടിക്കുന്നൊരു രഹസ്യം പെൺകുട്ടികളോട് പറയുക, അതായിരുന്നു 2ാം ഘട്ടം. ഓരോ കാമുകിയോടും എക്സ് പറയേണ്ട കാര്യം സാം വിശദീകരിച്ചു. രക്തപരിശോധനയിൽ താൻ HIV പോസിറ്റീവായി കണ്ടെത്തിയെന്ന് കളവ് പറയുക, അതീവ രഹസ്യം പോലെ, വൈകാരികമായി. അത് പറയാൻ എക്സിന് കാര്യമായ റിഹേഴ്സൽ വേണ്ടി വന്നു. പ്രത്യേകിച്ച് 5ാമത്തെ പെൺകുട്ടിയോട് പറയാൻ. എന്തുകൊണ്ടെന്നാൽ അവളോട് എക്സിന് ശരിക്കും പ്രണയം തോന്നിത്തുടങ്ങിയിരുന്നു. എക്സ് പറഞ്ഞ വിവരം കേട്ട മാത്രയിൽ തന്നെ ആദ്യ കാമുകി അപ്രത്യക്ഷയായി. എക്സ് ശരിക്കും തന്നെ ചതിക്കുകയായിരുന്നു എന്ന പരാതിയോടെയാണ് 2ാമത്തെ കാമുകി അവനെ വിട്ടുപോയത്. പൊള്ളയായ ചില ആശ്വാസവാക്കുകൾ പറഞ്ഞൊപ്പിച്ച ശേഷമാണ് 3ാമത്തെ കാമുകി പോയത്. എക്സ് പെട്ടെന്ന് സുഖപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന ഉറപ്പോടെ കരഞ്ഞുകൊണ്ട് തൻ്റെ നിസ്സഹായത അറിയിച്ച് 4ാമത്തെ കാമുകിയും മടങ്ങി. 5ാമത്തെ കാമുകിയോട് പറയുമ്പോൾ താൻ അവളെ വളരെ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ടെന്ന് എക്സ് തിരിച്ചറിഞ്ഞു. എക്സ് പറഞ്ഞതൊക്കെ കേട്ടുനിന്ന അവൾ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പ്രണയം, വിരഹം, ഏകാന്തത എന്നിവ എന്താണെന്ന് എക്സ് അനുഭവിച്ചറിഞ്ഞു. കഠിനമായ 4-5 ദിവസങ്ങൾ. പക്ഷേ ഓർക്കാപ്പുറത്ത് അവൾ വീണ്ടും കടന്നു വന്നു. കുറ്റബോധം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയത്, അവൾ പറഞ്ഞു. സത്യത്തിൽ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ. പക്ഷേ വളരെ മുൻപേ പറയേണ്ട ഒരു സത്യം ഞാൻ മറച്ചുവെച്ചു. അവൾ തുടർന്നു പറഞ്ഞ കാര്യം എക്സിന് ശരിക്കും ഞെട്ടിച്ചു. താനും HIV പോസിറ്റീവാണെന്നും ആ സത്യം മറച്ചു പിടിച്ചത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും പറഞ്ഞ അവൾ കരച്ചിലടക്കാൻ ബുദ്ധിമുട്ടി. ആദ്യം നീ HIV പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ സത്യം തിരിച്ചറിഞ്ഞ ശേഷം വന്നിരിക്കുകയാണെന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ കരച്ചിൽ അവളെ തടസ്സപ്പെടുത്തി. അവളുടെ കരച്ചിൽ സത്യസന്ധമാണെന്നും പക്ഷേ ലോകത്ത് ആരും വിശ്വസിക്കാത്ത കാര്യമാണ് അവൾ പറഞ്ഞതെന്നും എക്സിന് തോന്നി. അത് തിരിച്ചറിഞ്ഞ പോലെ അവൾ തൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എക്സിന് നേരെ നീട്ടി. ഒടുവിൽ ഓർക്കാപ്പുറത്ത് അവൾ മുന്നോട്ട് വെച്ച ചോദ്യം എക്സിനെ തട്ടിത്താഴെയിട്ടു. എന്നെ ജീവിത പങ്കാളിയായി കാണാൻ നിനക്ക് കഴിയുമോ? അതായിരുന്നു അവളുടെ ചോദ്യം. ഉടനെ ഒരു ഉത്തരം വേണ്ട, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആശയക്കുഴപ്പത്തോടെ നിന്ന എക്സിനെ നോക്കി അവൾ പറഞ്ഞു. തീരെ അപ്രതീക്ഷിതമായ ആ ട്വിസ്റ്റുണ്ടായ സാഹചര്യത്തിൽ സാം നിർദ്ദേശിച്ചിരുന്ന റിസർച്ച് നിബന്ധനകൾ മാറ്റിവെച്ച് അവളോട് സത്യം പറയേണ്ട നിമിഷമാണെന്ന് എക്സ് തിരിച്ചറിഞ്ഞു. സോറി, സത്യത്തിൽ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ HIV പോസിറ്റീവായി സ്വയം വേഷം കെട്ടുകയായിരുന്നു. ശരിക്കും വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എക്സ് കൂടുതൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ കിട്ടിയില്ല. നേരത്തെ എക്സ് എയ്ഡ്സ് ബാധിതനാണെന്ന് പറഞ്ഞപ്പോഴത്തെ പോലെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി.
ആ കൂടിക്കാഴ്ച അങ്ങനെ അവസാനിച്ചു. പക്ഷേ അത് എക്സിനെ വല്ലാതെ ഒലിച്ചു. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ എക്സിന് കഴിഞ്ഞില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അവൾ വീണ്ടും എക്സിന് മുന്നിൽ വന്നു. ശരിക്കും രോഗബാധിതയായ അവളെ സ്വീകരിക്കാൻ എക്സ് ഒരുക്കമാണോ എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ട് എക്സ് കുറച്ചു സമയം കൂടി ആവശ്യപ്പെട്ടു. ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ആലോചനയ്ക്ക് ശേഷം അവൾക്ക് മുന്നിലെത്തിയ എക്സ് തൻ്റെ സമ്മതം അറിയിച്ചു. എക്സ് സമ്മതം അറിയിച്ച മാത്രയിൽ അവൾ പരിസരം മറന്ന് അവനെ ചുംബിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൾ നിശബ്ദമായി കരയാൻ തുടങ്ങി. ആ കണ്ണീരിൻ്റെ കാരണം പിടികിട്ടാതെ എക്സ് അവളെ നോക്കി. അവൾ കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് എക്സിന് നേരെ നീട്ടി. അത് എക്സ് HIV പോസിറ്റീവാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു. സാം രൂപം കൊടുത്ത തിരക്കഥയിലെ തൻ്റെ റോൾ എന്താണെന്ന് എക്സ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. സാമിൻ്റെ ആസൂത്രണവും ദീർഘവീക്ഷണവും എക്സിനെ അത്ഭുതപ്പെടുത്തി. അവൾ എയ്ഡ്സ് ബാധിതയാണെന്ന് പറഞ്ഞത് ശരിക്കും ഒരു കളവായിരുന്നു. എയ്ഡ്സ് ബാധിതനായ എക്സിനെ സ്വീകരിക്കാൻ താൻ ഒരുക്കമാണെന്ന് അവൾ സാമിനെ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അവൾ ഒരു ഉപാധി വച്ചു. അവൾ എയ്ഡ്സ് ബാധിതയാണെന്ന് പറഞ്ഞ ശേഷവും അവളെ സ്വീകരിക്കാൻ എക്സ് തയ്യാറായാൽ മാത്രം. അതേസമയം താൻ ശരിക്കും HIV പോസിറ്റീവാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ എക്സ് പ്രതികരിച്ചത് സാം കണക്ക് കൂട്ടിയ പോലെയല്ല. ചുട്ടുപൊള്ളുന്ന ഉച്ചവേലിൽ തിളച്ച റെയിൽ ട്രാക്കിലൂടെ എക്സ് അതിവേഗം നടന്നു. കടന്നു വന്ന ട്രെയിൻ നല്ല വേഗതയിലായിരുന്നു. സാമിൻ്റെ പ്രൊഫസർ സാമിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പരിമിതികൾ ഉള്ളവരെ സ്വീകരിക്കാൻ ചിലരെങ്കിലും മുന്നോട്ട് വന്നേക്കാം. പക്ഷേ അവരവർക്ക് തൻ്റെ സ്വന്തം പരിമിതികൾ ഉൾക്കൊള്ളാനാവാതെ വന്നാൽ? എയ്ഡ്സിൻ്റെ പേരിൽ എക്സിനെ ഉപേക്ഷിച്ചു പോയ കാമുകിമാരുടെ പ്രണയം നിർവചിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വരിക എക്സിൻ്റെ ആത്മഹത്യാശ്രമം നിർവചിക്കാനാണ്, പ്രൊഫസർ അഭിപ്രായപ്പെട്ടു. ആത്മഹത്യാശ്രമത്തിൽ പരാജയപ്പെട്ട എക്സ് അടുത്ത പ്രഭാതത്തിൽ ആശുപത്രി കിടക്കയിലാണ് ഉണർന്നത്. അന്നത്തെ ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കാതിരുന്നത് തെറ്റാവാം, ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മരുന്നുകൾ തന്നെയാണ് ഞങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഫലപ്രദമായെന്ന് ഇപ്പോഴത്തെ ടെസ്റ്റുകളിൽ വ്യക്തമാണ്. യു ആർ ഹെൽത്തി ആൻഡ് വെരി യങ്. പിന്നെന്തിനാണ് ആത്മഹത്യ? സാം വല്ലാത്ത കുറ്റബോധത്തിലേക്ക് വീണു. എല്ലാറ്റിനും കാരണം തൻ്റെ ഗവേഷണമാണെന്ന ചിന്ത സാമിനെ വേട്ടയാടി. എക്സിനെ കൊണ്ട് ആ വേഷം കെട്ടിക്കേണ്ടിയിരുന്നില്ല. ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം ആദ്യമേ പറയേണ്ടിയിരുന്നു എന്നൊക്കെ സാം വിചാരിച്ചു. ആശുപത്രിയിൽ എക്സിൻ്റെ ബെഡിന് അരികെയുള്ള കസേരയിലിരുന്ന സാം തൻ്റെ മനസ്സിലുള്ളത് എക്സിനോട് പറയാൻ ഏറെ ബുദ്ധിമുട്ടി. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയിൽ നിന്നെ ആദ്യം കണ്ടപ്പോഴേ വളരെ താല്പര്യത്തോടെയാണ് അവൾ നിന്നെപ്പറ്റി തിരക്കിയത്. പിന്നീട് നീ അറിയാതെ നിന്റെ കാര്യങ്ങൾ അവൾ നിരന്തരം അറിയാൻ ശ്രമിച്ചിരുന്നു. നിന്നെ ജീവിത പങ്കാളിയുടെ സ്ഥാനത്താണ് അവളിപ്പോൾ കാണുന്നത്. പക്ഷേ അതറിഞ്ഞിട്ടും നീ ഗവേഷണത്തിൻ്റെ തീമായി എയ്ഡ്സ് തിരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിന്റെ ബ്ലഡ് ടെസ്റ്റ് വന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ആശയം, അല്ലാതെ ഞാൻ ബോധപൂർവ്വം ഒന്നും മാനിപ്പുലേറ്റ് ചെയ്തതല്ല. രക്തപരിശോധനയുടെ വിവരം നീ അറിയുമ്പോൾ നിന്നെ ആ അവസ്ഥയിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ നീ തെറ്റിദ്ധരിച്ചതാണ്. അവളുടേത് സഹതാപം ഒന്നുമല്ല. അവൾ ശരിക്കും നിന്നെ പ്രണയിക്കുന്നുണ്ട്. അതുവരെ എല്ലാം കേട്ടുകൊണ്ട് സീലിങ്ങിലേക്ക് നോക്കിക്കിടന്ന എക്സ് കരയാൻ തുടങ്ങി, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. കുറേ നേരം എനിക്ക് തന്നെ സ്വീകരിക്കാനാവുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? നിനക്ക് എങ്ങനെയാണ് എന്നെ ഉൾക്കൊള്ളാനാവുക? വീണ്ടും കണ്ടപ്പോൾ എക്സ് അവളോട് ചോദിച്ചു. ആ രക്തപരിശോധന നടന്നത് നമ്മുടെ വിവാഹശേഷമായിരുന്നെങ്കിലോ? അവൾ ചോദിച്ചു. അത് മറ്റൊരു വിഷയമാണ്. നമുക്കങ്ങനെ ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്താനാവും. പക്ഷേ HIV പോസിറ്റീവായ ആളെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് ത്യാഗം തന്നെയാണ്. എല്ലാ ത്യാഗങ്ങളും വിഡ്ഢിത മാത്രമാണ്. പക്ഷേ ഞാൻ പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ സ്വീകരിക്കാൻ തയ്യാറായതോ? അവൾ ചോദിച്ചു. ത്യാഗം എന്ന വാക്കൊക്കെ മാറ്റിവെക്കെ. നമ്മൾ പരസ്പരം പ്രണയിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെന്താണ് പ്രശ്നം? പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ചു. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാം. വേറൊന്നും ശരിയാവില്ല. ബാക്കിയെല്ലാം വിട്ടേക്ക് പ്ലീസ്, അവൻ പറഞ്ഞു. എനിക്കവനെ മനസ്സിലാക്കാനാവുന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള കാമുകിയെ നിരസിക്കുക. സാം തൻ്റെ പ്രൊഫസറോട് പറഞ്ഞു. അയാൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കാമുകൻ, പ്രൊഫസർ പറഞ്ഞു. എയ്ഡ്സ് ഉള്ള ഭർത്താവ് ഭാര്യയ്ക്ക് കൂടി അത് പരത്താൻ ശ്രമിച്ച വാർത്തയിൽ നിന്നാണ് ഈ ഗവേഷണം തുടങ്ങിയത്, സാം പറഞ്ഞു. ശരിയാണ്, പക്ഷേ ദമ്പതികൾ പരസ്പരം പങ്കാളി നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ വഴിയും നോക്കും. പക്ഷേ ഇവർക്കിടയിൽ പ്രണയം മാത്രമാണ്, പ്രൊഫസർ പറഞ്ഞു. ദമ്പതികൾക്കിടയിൽ പ്രണയം ഇല്ലെന്നാണോ? സാം ചോദിച്ചു. എന്നല്ല ഞാൻ പറഞ്ഞത്.
ജീവിത പങ്കാളികളായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കാനാവില്ല, പ്രൊഫസർ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമുക്ക് മാത്രം തോന്നുന്ന കാര്യമായിക്കൂടെ? സാം ചോദിച്ചു. ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ നീ പ്രണയിക്കാതെ പ്രണയത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നത്, പ്രൊഫസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വസ്തുനിഷ്ഠമായി പ്രണയത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? സാം ചോദിച്ചു. കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല. കാരണം പ്രണയം സബ്ജക്റ്റീവാണ്. പൂർണ്ണമായി, പ്രൊഫസർ പറഞ്ഞു. പ്രണയത്തിലെ ലക്ഷ്യം പ്രണയിക്കുക എന്നത് മാത്രമാണ്. പരസ്പരം സ്വന്തമാക്കാൻ ശ്രമിക്കുകയല്ല.